തെളിമയുടെ നാദം, ഒരുമയുടെ ശബ്ദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം. പ്രകാശനായ പ്രകാശിക മലങ്കരദർശൻ. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ് പേരൻറ്റിങ്. പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ എന്താ? മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്ന രീതി, അതിനാണ് പേരൻറ്റിങ് എന്ന് പറയുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ അതല്ല പേരൻറ്റിങ്. പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ബീയിങ് എ പേരൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ അതാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ എന്താണോ അതാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. നിങ്ങൾ അവരെ പഠിപ്പിക്കുന്നതെല്ലാം അവർ പഠിച്ചു എന്ന് വരത്തില്ല. പക്ഷെ നിങ്ങൾ എന്താണോ അതവർ പഠിച്ചിരിക്കും. അപ്പോൾ മാതാപിതാക്കളെ കണ്ടാണ് കുഞ്ഞുങ്ങൾ കൂടുതലും പഠിക്കുന്നത്. അപ്പം മാതാപിതാക്കൾ എന്താണോ അത് കുഞ്ഞുങ്ങൾ സ്വീകരിച്ചിരിക്കും. അതാണ് ബീയിങ് എ പേരൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പേരൻറ്റിങ്ങിൻ്റെ ഒരു അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് മാതാപിതാക്കൾ ആയിരിക്കുന്ന ഒരവസ്ഥ, അനുഭവം, അത് കുഞ്ഞുങ്ങൾ ഒപ്പിയെടുക്കുന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെല്ലാം അവർക്ക് വാങ്ങിച്ചു കൊടുക്കും. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലെ ഗൾഫ് കൺട്രീസിലൊക്കെയുള്ള മാതാവോ പിതാവോ അവധിക്കൊക്കെ വരുമ്പോൾ അവരെന്ത് ചോദിക്കുന്നോ അതെല്ലാം അവർ വാങ്ങിച്ചങ്ങ് കൊടുക്കും. അത് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം പ്രകടമാക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് അവരത് ചെയ്യുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ അത് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഒരു കുറ്റബോധത്തിൽ നിന്നാണ് ചെയ്യുന്നത്. 2 വർഷം ഗൾഫിലായിരുന്നു. കുഞ്ഞിനെ നോക്കാനോ പരിപാലിക്കാനോ സാധിച്ചിട്ടില്ല. അതിൻ്റെതായ ഒരു കുറ്റബോധം മനസ്സിൽ കാണും. അമ്മയുടെ കൂടെ നാട്ടിൽ നിന്നായിരിക്കും കുഞ്ഞ് വളർന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള കുറ്റബോധം ഒരു പരിധി വരെ ചിലപ്പോൾ ചിലരിലൊക്കെ കാണും. ആ കുറ്റബോധം നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത് അവർക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതിലൂടെയാണ്. അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കും. ഇതിനെല്ലാം പറയുന്നത് അവരുടെ വോൺസ്, WANTS, വോൺസ്, അവരുടെ വോൺസ് എന്തൊക്കെയാണോ അതൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ചില മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവൻ എന്തിൻ്റെ കുറവാ, അവൻ ചോദിച്ചതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അവൻ ആഗ്രഹിച്ചതെല്ലാം ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ അവൻ എന്തിൻ്റെ കുറവാ എന്നൊക്കെ ചില മാതാപിതാക്കൾ ചോദിക്കാറുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെല്ലാം കൊടുക്കരുത്. അങ്ങനെ കൊടുത്തല്ല നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. എന്നാൽ അത്യാവശ്യമുള്ളത് കൊടുക്കണം. കൊടുക്കാതെ അതിൽ പിശുക്ക് കാണിക്കരുത്. എന്നാൽ ചോദിക്കുന്നതെല്ലാം കൊടുക്കുകയും അരുത്. ചോദിക്കുന്നതൊക്കെ കിട്ടാതെ വരുമ്പോൾ, പലതും കിട്ടാതെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവരിലൊരു ചെറിയ ടെൻഷൻ ഉണ്ടാകും. ആ കിട്ടാത്തതിലുള്ള വിഷമവും
ദേഷ്യവും ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാകും. അതൊരു ചെറിയ ക്രൈസിസാണ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ. ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ ഒരു ചെറിയ ക്രൈസിസാണ്. ഈ ക്രൈസിസ് അവർക്ക് ഉണ്ടാകണം. ആ ക്രൈസിസിനെ അവർ ഓവർകം ചെയ്യണം, അതിനെ നേരിടണം. അങ്ങനെയാണ് കുഞ്ഞുങ്ങളിൽ ടോളറൻസ് ലെവല് വർദ്ധിച്ചു വരുന്നത്. അല്ലാത്ത കുഞ്ഞുങ്ങൾ പ്രതിസന്ധികളെ നേരിടാൻ കെൽപ്പില്ലാത്തവരായിട്ടായിരിക്കും അവർ വളരുന്നത്. പ്രതിസന്ധികളെ നേരിടാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇല്ലായ്മ എന്താണെന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. ചിലപ്പോഴെങ്കിലും ഭക്ഷണമില്ലാത്തതിൻ്റെ വിഷമം എന്താണെന്ന് കുഞ്ഞുങ്ങൾ അറിയണം. ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ വേദന ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. അതറിയുമ്പോഴാണ് അവരിലെ ക്രൈസിസ് അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കുന്നത്. അപ്പം എല്ലാം അവർ ചോദിക്കുന്നത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്ക് ടോളറൻസ് ലെവൽ വളരെ കുറവായിരിക്കും. അപ്പോൾ വോൺസ് എല്ലാം നമ്മൾ കൊടുക്കരുത്, മീറ്റ് ചെയ്യരുത്. എന്നാൽ അതേ സമയത്ത് അവരുടെ നീഡ്സ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യണം. വോൺസ് അല്ല, നീഡ്സ്. നീഡെന്ന് പറയുന്നത് need for love, need for care, need for security, need for protection, need for support. അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ആരോഗ്യമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ വളർത്തുകയാണ് ചെയ്യുന്നത്. അവർക്ക് 1000 രൂപയുടെ ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതിലും എത്രയോ വലിയ സംഗതിയാ അവനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്. നിങ്ങളുടെ ആ സ്നേഹത്തോടു കൂടിയുള്ള ടച്ച് കുഞ്ഞൊന്ന് അനുഭവിക്കുന്നത് എത്രയോ വലിയ സംഗതിയാണ്. അപ്പോൾ അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യുമ്പോൾ അവരെ മെൻ്റൽ ഹെൽത്ത് ഉള്ളവരായിട്ടും ആരോഗ്യമുള്ളവരായിട്ടും ആ കുഞ്ഞുങ്ങൾ വളരും. അങ്ങനെ ആരോഗ്യമുള്ളവരായിട്ട് അവർ വളരുമ്പോൾ മാത്രമേ അവരുടെ വ്യക്തിത്വം ശരിയായ രീതിയിലുള്ളൊരു വ്യക്തിത്വമായിട്ട് വരത്തുള്ളൂ. അവർക്ക് ചോദിക്കുന്നതെല്ലാം കൊടുക്കുകയല്ല, അവരുടെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുക. അല്പസമയം കുഞ്ഞുങ്ങളോടുകൂടെ ഇരുന്ന് ചുമ്മാതെ തമാശകൾ പറയുക, അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുക, അവർക്കൊരു ഉമ്മ കൊടുക്കുക, വല്ലപ്പോഴുമെങ്കിലും അവരെ ഒന്ന് തലോടുക, അവരുടെ ഒരു നല്ല കാര്യം എടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യുക. ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ്. ഇത് നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ ആ കുഞ്ഞുങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അതാണ് അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്നതിലുള്ള പ്രാധാന്യം. അപ്പോൾ ബീയിങ് എ പാരന്റ് ആൻഡ് മീറ്റ് ദെയർ നീഡ്സ്. അവരുടെ വോൺസ് അല്ല, നീഡ്സ് ആണ് മീറ്റ് ചെയ്യേണ്ടത്. പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് പല രീതിയിലുള്ള പേരൻറ്റിംഗ് ആണ് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ടീനേജേഴ്സ്, കൗമാരക്കാർക്ക് ആവശ്യമായിരിക്കുന്ന പേരൻറ്റിംഗ്, ഈ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ്. കാരണം കൗമാരപ്രായമെന്ന് പറയുന്നത് പല മാതാപിതാക്കൾക്കും ഒരു തലവേദന ഉണ്ടാക്കുന്ന പ്രായമാണ്. ഇതുവരെയും അനുസരണം ഉണ്ടായിരുന്ന കുഞ്ഞ്
കൗമാരത്തിൽ എത്തുമ്പോഴത്തേക്ക് അവൻ അനുസരണക്കേട് കാണിക്കും. ഇതുവരെയും നമ്മൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കുഞ്ഞ് കൗമാരപ്രായത്തിലെത്തുമ്പോൾ അവൻ തറുതല പറയാനായിട്ട് തുടങ്ങും, ബാക്ക് ആൻസറിങ് തുടങ്ങും. ഇതുവരെയും നല്ല സ്വഭാവത്തിലിരുന്ന കുഞ്ഞ് കൗമാരപ്രായത്തിലെത്തുമ്പോൾ അവൻ വല്ലാത്ത ദേഷ്യം കാണിക്കും, മറുത്തു പറയാനായിട്ട് തുടങ്ങും, അനുസരണക്കേട് കാണിക്കും. ഇതൊക്കെ കാണുമ്പോൾ മാതാപിതാക്കള് വല്ലാതെ അസ്വസ്ഥരാകും. കൊച്ചു കൈവിട്ടുപോയി, എന്ത് ചെയ്യാം, എങ്ങനെ ശരിയാക്കും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകും. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഗതി, ഈ കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ പേരൻറ്റിങ് എന്ന് പറയുന്നത് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വേണം. ഉദാഹരണത്തിന്, കൗമാരപ്രായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് ക്രമേണ അകലാൻ തുടങ്ങും. ഇതുവരെയും മാതാവിനോടും പിതാവിനോടും ഒട്ടി നിന്ന ചില കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവരിൽ നിന്നങ്ങ് അകലും. ഇത് വളരെ നോർമലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങൾ അകൽന്ന് തുടങ്ങും, അത് വളരെ നാച്ചുറലാണ്. എന്നാൽ അങ്ങനെ അകലുമ്പോൾ പേരൻസ് വല്ലാത്ത അസ്വസ്ഥരാകും. അവർ പറയും, കണ്ടോ ഇപ്പം എന്നോട് അവന് സ്നേഹമില്ല, പണ്ടുണ്ടായിരുന്നത് പോലെ അവന് അനുസരണമില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ആ സ്നേഹമോ അനുസരണമോ ഒന്നും ഇല്ലായ്മയൊന്നും അല്ല. പേരൻസിൽ നിന്ന് ഇവർ അകലുന്ന എന്തിനാണെന്നറിയാവോ? അവരുടെ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടാണ്. അവൻ്റെ വ്യക്തിത്വം, അവളുടെ വ്യക്തിത്വം അവിടെ സ്ഥിരീകരിക്കാനായിട്ട് പോവുകയാണ്. പേരൻസിനോട് ഒട്ടി നിന്നാൽ ആ വ്യക്തിത്വം ഉണ്ടാകത്തില്ല. അവരിൽ നിന്നിങ്ങനെ അകലുക എന്ന് പറയുന്നത് അവരുടെ വ്യക്തിത്വത്തിലേക്കുള്ളൊരു പ്രയാണമാണ്. ഇത് പേരൻസ് ആദ്യം മനസ്സിലാക്കണം. നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ട് അവരകലുകയല്ല, അവരകലേണ്ടത് ആവശ്യമാണ്. സാധാരണ പറയാറുണ്ട്, പേരൻറ്റിങ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ഡിപ്പെൻഡൻ്റ് ആക്കുന്നതല്ല, കുഞ്ഞുങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നതാ. അപ്പോൾ ഒരു പേരൻറ്റിങ്ങിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാ. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഇവിടെ അകലുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത്. ചിലർ അകലാതിരിക്കാൻ ഇവനെ കയറി അങ്ങ് പിടിക്കും. പിടിക്കുക എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾ അങ്ങ് കൂടുതലായിട്ട് ഇവരുടെ മേൽ ഇമ്പോസ് ചെയ്യും, അവരകന്നു പോകാതിരിക്കാൻ. എത്രയും നിയന്ത്രണം അന്നേരം നിങ്ങൾ വയ്ക്കുന്നോ അത്രയും ശക്തമായിട്ട് അവർ നിങ്ങളെ എതിർക്കും, പ്രതികരിക്കും, റിയാക്റ്റീവായിട്ട് മാറും. അതുകൊണ്ട് ഇങ്ങനെ അകലുന്നത് ഒരു നോർമൽ പ്രോസസ്സാണെന്നുള്ളത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. ഇവരകന്നു കഴിയുമ്പോൾ അവർക്ക് അടുക്കാനായിട്ട് ആരെങ്കിലും വേണം. നിങ്ങളിൽ നിന്ന് അവരകലുമ്പോൾ അവർ കൂട്ടുകാരോട് കൂടുതൽ അടുക്കും. ഈ ടീനേജേഴ്സിന് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അത് അവരുടെ ദൈവങ്ങളാണ്. കൂട്ടുകാരെന്ത് പറഞ്ഞാലും അവർ ചെയ്യും. കൂട്ടുകാരെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് എന്ത് വേണമെങ്കിലും അവർ കാണിക്കും. കൂട്ടുകാരെന്ത് ആവശ്യപ്പെട്ടാലും അവർ കൊടുക്കും. ഒരിക്കലും ഒരു കൂട്ടുകാരൻ്റെ ഡിസ്പ്ലഷർ ഉണ്ടാകാനായിട്ട് ഇവൻ ആഗ്രഹിക്കുകയില്ല. ഇവിടെ പേരൻസ് ഓർത്തിരിക്കേണ്ട ഒരു സംഗതി, ടീനേജേഴ്സിൻ്റെ കൂട്ടുകാരെ ഒരിക്കലും നിങ്ങൾ കണ്ടം ചെയ്യരുത്. അവരുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ മകനെയോ മകളെയോ കുറ്റം പറയരുത്. വീട്ടിൽ കയറിപ്പോകരുതെന്ന് അവരോട് പറയരുത്.
കൂട്ടുകാർ ഇവർക്ക് ആവശ്യമാണ്. കൂട്ടുകൂടിയാണ് ഇവർ വളരേണ്ടത്. എന്നാൽ ഇവിടെയും ഒരു അപകടം സംഭവിക്കാം. ഈ കൂട്ടുകെട്ടുകൾ ഒന്നുകിൽ ഇവനെ വളർത്തും, അല്ല ഇവനെ തളർത്തും. കൂട്ടുകൂടുന്ന ഉടനെ അവരെ കോപ്പി ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഇവർക്കുണ്ടാകും. ഇവന് അവരെ ഒരിക്കലും പിണക്കാനായിട്ട് ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് അവർ പറയുന്നത് എന്തും ചെയ്യും. അതൊക്കെ ശരിയാണെന്ന് ഇവർക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ ഇവരുടെ കൂട്ടുകാരിൽ പുകവലിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യുവാനായിട്ട് ഇവനെ പ്രേരിപ്പിക്കും. അവനെ പിണക്കാതിരിക്കാൻ വേണ്ടി ഇവൻ പുകവലിക്കും. ഡ്രഗ്സ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഒരു കൂട്ടുകാരൻ കൊടുക്കും. അതിവൻ ടേസ്റ്റ് ചെയ്യും. ആൽക്കഹോൾ രുചി എന്താണെന്നൊന്ന് അറിയാനായിട്ട് കൂട്ടുകാരൻ ഇവനെ നിർബന്ധിക്കും. അവനത് ചെയ്യും. അപ്പോൾ കൂട്ടുകാരുടെ സ്വാധീനത്തിൽ ഇങ്ങനെയുള്ള രീതികളും സ്വഭാവങ്ങളും ഒക്കെ ഈ ടീനേജേഴ്സ് പഠിക്കുവാനുള്ള സാധ്യതകൾ വളരെയാണ്. അവിടെ പേരൻസ് ചെയ്യേണ്ട ഒരു സംഗതി, ഇവരുടെ കൂട്ടുകാരുടെ മേലൊരു കണ്ണ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഏത് രീതിയിലുള്ള കൂട്ടുകെട്ടിലാണ് എൻ്റെ മകനോ മകളോ അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നിയന്ത്രണങ്ങൾ വയ്ക്കണമെങ്കിൽ വയ്ക്കണം, അതിന് മടി കാണിക്കരുത്. എന്നാൽ കൂട്ടുകാരെ ഒരിക്കലും കണ്ടം ചെയ്യുകയും അരുത്. കൂട്ടുകാരെ വീട്ടിൽ വരട്ടെ, വീട്ടിൽ വന്ന് ഒരുമിച്ചിരുന്ന് അവർ സംസാരിക്കട്ടെ. അതല്ലേ ആരോഗ്യം? അല്ലാതെ അവർ വേറെ എവിടെയെങ്കിലും പോലും സംസാരിക്കുന്നതാണോ? എന്നാൽ ഈ കൂട്ടുകെട്ടുകൾ ഇവരെ നശിപ്പിക്കാതിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കൂട്ടുകെട്ടുകൾ ആവശ്യമാണെങ്കിലും അത് ഇവരെ അനാവശ്യത്തിലേക്ക് നയിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ഒരു കണ്ണ് അവിടെ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ടീനേജേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അവരുടെ ശാരീരികമായ വളർച്ചയാണ്. അവർ ശാരീരികമായിട്ട് വളരുമ്പോൾ അവരിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും, വൈകാരിക അസ്വസ്ഥതകൾ ഉണ്ടാകും. അവരുടെ ശരീരത്തിൻ്റെ വളർച്ച അവർക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് കാണും. അപ്പം ശാരീരികമായിട്ട് വളരുമ്പോൾ ശാരീരികമായിട്ട് അവൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രായത്തിൽ പല ടീനേജേഴ്സിനും അപകർഷതാബോധമുണ്ടാകും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലർക്കും അവരുടെ ശരീരത്തെ അവർക്ക് ഇഷ്ടമല്ല. അവരന്നേരത്ത് മറ്റുള്ളവരിലേക്ക് നോക്കും. അവൻ്റെ അത്രയും സൗന്ദര്യം എനിക്കില്ല, അവിടെ അത്രയും കഴിവ് എനിക്കില്ല, അത്രയും നീളം എനിക്കില്ല, എനിക്ക് ഇച്ചിരി വണ്ണം കൂടിപ്പോയി. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് അവർക്ക് അപകർഷതാബോധം ഉണ്ടാകും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ ശരീരത്തെ എടുത്തു പറഞ്ഞ് അവരെ കുറ്റം പറയരുത്. അവൻ്റെ മുടിയിരിക്കുന്ന കണ്ടോ, എന്തോ വണ്ണമാടാ ഇത്, നീ എന്നാടാ ഇങ്ങനെ കുറ്റി പോലെ ഇരിക്കുന്നേ. ഇങ്ങനെയൊക്കെ ചില പേരൻസ് മക്കളെ നോക്കി പറയും. ഒരിക്കലും അതരുത്. കാരണം ഒന്നാമത് ഇവർ അപകർഷതയിലിരിക്കുന്നവരാ. അതിൻ്റെ കൂടെ പേരൻസിൽ നിന്ന് ഇങ്ങനെ ഒരു റിജക്ഷൻ കൂടെ കിട്ടിയാൽ അവരാകപ്പാടെ തളർന്നു പോകും. അതുകൊണ്ട് അവരുടെ വളർച്ചയെ നിങ്ങൾ അംഗീകരിക്കണം. അതിനെ അംഗീകരിക്കാൻ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ആ ഗ്രോത്തിനെ കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മാതാക്കൾ തങ്ങളുടെ പെൺകുട്ടികളെ അവരുടെ ശാരീരിക വളർച്ചയെക്കുറിച്ച് പറഞ്ഞ്
അവരെ ബോധ്യപ്പെടുത്തണം. അപകർഷതയുണ്ടാകാനല്ല, അവരുടെ ശരീര വളർച്ചയിൽ അവർ അഭിമാനം കൊള്ളണം. അങ്ങനെ അഭിമാനം കൊള്ളുമ്പോഴാണ് അവരുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കുന്നത്. സെൽഫ് എസ്റ്റീം വർദ്ധിച്ചെങ്കിൽ മാത്രമേ ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയായിട്ട് വളർന്ന് വരത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും കൗമാരക്കാരൻ്റെ ശരീരത്തെ എടുത്ത് പറഞ്ഞ്, അതിൻ്റെ എന്തെങ്കിലും കുറവുകളെ എടുത്ത് പറഞ്ഞ് അവരെ കുറ്റം പറയരുത്, കളിയാക്കരുത്. അതവരെ ഒത്തിരി ഹേർട്ട് ചെയ്യും. അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അവരെ ആരോഗ്യപരമായ രീതിയിൽ അവരുടെ ശരീര വളർച്ച അംഗീകരിക്കാനായിട്ട് നമ്മൾ സഹായിക്കണം. അവരുടെ ഗ്രോത്തിനെ അക്സെപ്റ്റ് ചെയ്യണം. മൂന്നാമതായിട്ട് ഇവരുടെ ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഇങ്ങനെ കൊണ്ട് വളർന്നു കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് എതിർ ലിംഗത്തോട്, ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു താല്പര്യം വർദ്ധിക്കും. ആൺകുട്ടികൾക്ക് പെൺകുട്ടിയോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടിയോടും ഒരു താല്പര്യം വർദ്ധിക്കും. അങ്ങനെ താല്പര്യം വർദ്ധിക്കുമ്പോൾ അതെല്ലാം പ്രേമമാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ തള്ളിക്കളയരുത്, അത് അങ്ങനെ കണ്ടം ചെയ്യരുത്. ഇത് വളരെ നോർമലാ. അങ്ങനെ താല്പര്യം വർദ്ധിക്കുന്നത് ആരോഗ്യത്തിൻ്റെ ഒരു അടയാളമാണ്. അതിനെ നമ്മൾ കുറ്റം പറയരുത്. ഒരു പെൺകുട്ടിയോടൊരു ആകർഷണം തോന്നും, ഒരു ആൺകുട്ടിയോടൊരു ആകർഷണം തോന്നും. ഈ ആകർഷണങ്ങൾ വളരെ നോർമലാണെന്നും ആ ആകർഷണത്തെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതും ആരോഗ്യപരമായ രീതിയിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതെല്ലാം മോശമാണെന്നുള്ള രീതിയിലല്ല. പിന്നെയോ, മോനെ, ഇങ്ങനെയൊരു ആകർഷണം ഉണ്ടാകുന്നത് വളരെ നോർമലാ. നീ നോർമലാണെന്നുള്ളതിൻ്റെ അടയാളമായി ഒരു ആകർഷണം. എന്നാൽ ഈ ഒരു ആകർഷണം ഇൻഫാച്വേഷൻ ലെവലിൽ നിന്ന് മറ്റു പലതിലേക്കും പോകുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് അവരോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലിരിക്കണം. അവരെ ആരോഗ്യപരമായ രീതിയിൽ നീ കാണണം. ആ രീതിയിലുള്ള സമീപനത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കണം. ഇതാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സംഗതി. ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും അവരെ വീട്ടിൽ വരുമ്പോൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനായിട്ട് അവർക്ക് അനുവാദം കൊടുക്കണം. അത് രഹസ്യമായിട്ടൊരു മുറിയിലിരുന്ന് സംസാരിക്കാനല്ല. ഡ്രോയിങ് റൂമിലിരുന്ന് സംസാരിക്കട്ടെ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ സംസാരിക്കട്ടെ. അവർ തമ്മിലുള്ള സംസാരത്തെ അല്ല വിളിക്കേണ്ടത്. അവിടെ പ്രൈവറ്റായിട്ട് പോയിരുന്ന്, രഹസ്യമായിട്ട് പോയിരുന്ന് അവർ തന്നെ സംസാരിക്കുവാനായിട്ടുള്ള അനുവാദം നമ്മൾ കൊടുക്കരുത്. ഓപ്പണായിട്ട് അവർക്ക് വന്ന് സംസാരിക്കുവാനും ഇടപഴകുവാനുള്ള അവസരം കൊടുത്താൽ അവർ മറ്റ് സ്ഥലങ്ങളിൽ പോയി രഹസ്യ സംഗമങ്ങൾ നടത്താതിരിക്കും. അതുകൊണ്ട് ഇത് ആരോഗ്യപരമായ ഒരു രീതിയാണ് ആകർഷണം എന്നുള്ളതും അത് ആരോഗ്യപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കണമെന്നുള്ളതും മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഒരു സൂപ്പർവൈസ്ഡ് സിറ്റുവേഷനിൽ അവരിടപെടട്ടെ, അവർ സംസാരിക്കട്ടെ, അവർ ഷെയർ ചെയ്യട്ടെ. അതിനകത്ത് അപാകതയൊന്നുമില്ല. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ രഹസ്യത്തിലുള്ള കൂടിക്കാഴ്ചകൾ, അതിനൊക്കെ നമ്മൾ അനുവാദം കൊടുക്കരുത്. ഇവിടെ ഉണ്ടാകാവുന്ന ഒരു തകരാറ്, ഇങ്ങനെ ആരോടെങ്കിലും ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഇതുപോലൊരു പ്രതിപത്തിയോ ആണെന്ന് അറിഞ്ഞാൽ പിന്നെ ഒന്നിൽ അപ്പനല്ലേ അമ്മ ഈ കൊച്ചൻ്റെ മൊബൈൽ അല്ലെ അവളുടെ മൊബൈൽ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും അതിനകത്ത് കണ്ടെത്താനുണ്ടോ എന്നുള്ളത് കണ്ടെത്തും. അവരില്ലാത്ത സമയത്ത് മൊബൈൽ പരിശോധിക്കും. ഇതൊക്കെ കുഞ്ഞുങ്ങളിൽ കൂടുതൽ വെറുപ്പുണ്ടാക്കുന്ന സംഗതിയാണ്. കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് പരിശോധിക്കുക. മോനെ, നിന്റെ മൊബൈൽ ഒന്ന് കാണട്ടെ, ഇങ്ങോട്ടുണ്ടോ ഞാൻ നോക്കട്ടെ. ഈ അപ്പം നോക്കണ്ട, അത് കാണണ്ട എന്ന് പറയാം. എടാ, ഞാൻ കാണാൻ വയ്യാത്ത പോലെ എന്താ നിന്റെ മൊബൈലുള്ളത്, നിങ്ങൾക്ക് കാണട്ടെ. എന്നാൽ അപ്പൻ്റെ മൊബൈൽ വേണേ നീ നോക്ക്.
ആ ഒരു ഫ്രീഡത്തിൽ അവനോട് ഇടപെടാനായിട്ട് ശ്രമിക്കണം. അഥവാ മൊബൈൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഉടനെ അതിന് കഠിനമായ ശിക്ഷകൾ കൊടുത്ത് അതിനെ വിലക്കാനായിട്ട് ശ്രമിക്കരുത്. അത് ആവർത്തിക്കാതിരിക്കാനുള്ള അവബോധം അവന് പകർന്നു കൊടുക്കുക അത്രേ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ബന്ധത്തെ ആരോഗ്യപരമായ രീതിയിൽ അവർ കൈകാര്യം ചെയ്തെത്തുള്ളൂ. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ, ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ബന്ധം ആരോഗ്യപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളത് പേരൻറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഈ ടീനേജേഴ്സിൻ്റെ വളർച്ചയിൽ മറ്റു പല ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഇന്ന് പറയുവാനായിട്ട് സമയമില്ല. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ നിർത്തുക. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതായത് കൗമാരക്കാരോടുള്ള പാരൻറ്റിങ്ങിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ശ്രവിക്കാവുന്നതാത്രേ. ഇതുവരെയും നമ്മളിന്ന് കേട്ടത് പാരൻറ്റിങ് എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് ഉപദേശം കൊടുക്കുന്നതോ പറഞ്ഞ് പഠിപ്പിക്കുന്നതോ അല്ല. ബീയിങ് എ പാരൻറ്റ്, നിങ്ങളെ തന്നെയാണ് പാരൻറ്റിങ് ആയിട്ട് കാണിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളെ കണ്ടാണ് അവർ പഠിക്കുന്നത്. നിങ്ങൾ പറയുന്നതോ പഠിപ്പിക്കുന്നതോ ഒരു പക്ഷേ അവർ കേട്ടെന്ന് വരത്തില്ല. പക്ഷെ നിങ്ങളെന്താണോ അതവർ പഠിച്ചിരിക്കും. ഈ ഒരു ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കുഞ്ഞുങ്ങളുടെ ഭാഷയ്ക്ക് മുഖാന്തരമായി തീരും. അതിന് ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാവുന്നതാത്രേ. ആശ്രിതവത്സലനേ ഉന്നതനേ നിന്നാമം വാഴ്ത്തുന്നു ഞാൻ. ആശ്രിതവത്സലനേ ഉന്നതനേ നിന്നാമം വാഴ്ത്തുന്നു ഞാൻ. ഇന്നു പ്രതികൂലമേറി വന്നിടിലും നിന്നെ മാത്രം സ്തുതിക്കും. ഇന്നു പ്രയാസങ്ങളിൽ താങ്ങി നടത്തിയോനെ എന്നാളും നിന്നെ ഞാൻ സ്തുതിച്ചിടും. പ്രയാസങ്ങളിൽ താങ്ങി നടത്തിയോനെ എന്നാളും നിന്നെ ഞാൻ സ്തുതിച്ചിടും. ഈ ലോക ജീവിതം ധന്യമായി തീർത്തിടാൻ നിൻ കൃപയേകി എന്നെ നയിക്കാം. ഈ ലോക ജീവിതം ധന്യമായി തീർത്തിടാൻ നിൻ കൃപയേകി എന്നെ നയിക്കാം. ഇത്രമാം നന്മ ചൊരിഞ്ഞിടുവാൻ എന്തുള്ളു യോഗ്യത എന്നിൽ നാഥാ. ഇത്രമാം നന്മ ചൊരിഞ്ഞിടുവാൻ എന്തുള്ളു യോഗ്യത എന്നിൽ നാഥാ. ആശ്രിതവത്സലനേ ഉന്നതനേ നിന്നാമം വാഴ്ത്തുന്നു ഞാൻ. ആശ്രിതവത്സലനേ ഉന്നതനേ നിന്നാമം വാഴ്ത്തുന്നു.